നമ്മുടെ നെക്സ്റ്റ് സെഗ്മെന്റ് എന്താണെന്നറിയോ? ഹെൽത്തി കുക്കിംഗ്. നമുക്ക് എന്താണ് ഐറ്റം എന്നും മാമിനോട് സംസാരിക്കാനും വേണ്ടി വിളിക്കാം, ഇൻവൈറ്റ് ചെയ്യാം. നീരജ, വെൽക്കം ടു ഈസ്റ്റേൺ ലിറ്റിൽ കിച്ചൺ. ഹായ്. ഹലോ. ഹലോ. ചോട്ടാ ഭീം, പോപ്പായ് അല്ലേ? രണ്ട് ടീംസ് ആണ് ഇന്നിവിടെ. പോപ്പായുടെ എന്താ ഫേവറേറ്റ് ഡിഷ്? തകർത്തു അറിയോ? പിന്നെ ഒരു പോയിന്റ് കേട്ടോ. ഓക്കെ ഫൈൻ, കൊടുത്തോളൂ. ചോട്ടാ ഭീമാണത്, അവര് ചോട്ടാ ഭീമാണ്. ആ, അപ്പൊ ഇന്ന് നമ്മളിവിടെ സ്കിന്നിന്റെയും ഹെയറിന്റെയും ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഓക്കെ. നമ്മുടെ ബോഡിയിൽ ഏറ്റവും വലിയ ഓർഗൻ ഏതാണ്? വാവ്, പോയിന്റ് കൊടുക്കട്ടെ? കൊടുക്കണം. ഇപ്പൊ ക്വസ്റ്റ്യൻസിനും പോയിന്റ്സ് ഉണ്ടെന്ന് മനസ്സിലായില്ലേ? വെരി ഗുഡ്. അപ്പോൾ സ്കിന്നിൻ്റെ ഹെൽത്തിന് ഏറ്റവും വേണ്ടത് ഒന്ന് പ്രോട്ടീനാണ്. പ്രോട്ടീൻ, എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്ന് പറയും. അതായത് നമ്മുടെ ബോഡിക്ക് വേണ്ട കൊഴുപ്പ്, നല്ല കൊഴുപ്പ്, അതായത് കൊളസ്ട്രോളിൻ്റെ അളവിനെയൊക്കെ ചുരുക്കാൻ കഴിവുള്ളൊരു കൊഴുപ്പാണ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. ഇപ്പോൾ ഇവിടെ നമ്മളിവിടെ വെച്ചിരിക്കുന്നതിൽ നമ്മളിന്നൊരു ഫിഷ് പയ്യ കാണിക്കാൻ പോണത്. ഇതിൽ ഈ ഫിഷ് എന്ന് പറഞ്ഞ ഫിഷിൽ കൂടുതലും പ്രോട്ടീനും എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സും ഉള്ളത്. അപ്പോൾ നമ്മളിതിൽ യൂസ് ചെയ്യാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് 500 ഗ്രാം ഫിഷ്, പിന്നെ സവാള കൊത്തിയരിഞ്ഞത് ഒരു 1.5 സവാള മതിയാവും, പിന്നെ തക്കാളി ഒരു 2 തക്കാളി, പിന്നെ കുരുമുളക്, ഉപ്പ്, പിന്നെ ക്യാപ്സിക്കം, റെഡ് ആൻഡ് ഗ്രീൻ ക്യാപ്സിക്കം, ജിഞ്ചർ ഗാർലിക്, പിന്നെ പച്ചമുളക്, പിന്നെ മുട്ട, തേങ്ങ, നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം തേങ്ങ, പിന്നെ ചെറുനാരങ്ങ ഉള്ളത്, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം ചീസ് ആൻഡ് നമ്മൾ കുറച്ച് ബ്രെഡ് ക്രംസ്, പിന്നെ തിക്കനിങ്ങിന് നമ്മൾ മൈദ യൂസ് ചെയ്യുന്നുണ്ട്, പാല് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ പേസ്റ്റ് അരയ്ക്കാൻ ജീരകവും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ഫിഷ് കുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫിഷ് നമുക്ക് കുക്ക് ചെയ്യണം. അപ്പോൾ ഫിഷ് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് ഉള്ളി ആഡ് ചെയ്യുക, തക്കാളി, പുളിക്ക് കുറച്ച് തക്കാളി ആഡ് ചെയ്യുക, കുറച്ച് പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് വേവിക്കാൻ പോകും. ഇത് വേവുമ്പോഴേക്കും നമുക്ക് ഇതിനുള്ള ചട്നി അരച്ചുണ്ടാക്കാം. അപ്പോൾ ചട്നിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് തേങ്ങ, മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി ഇട്ടു, പച്ചമുളക് ആഡ് ചെയ്യും, കുറച്ച് പച്ചമുളക്, ഉപ്പിട്ടു, ഓക്കെ. പിന്നെ നമ്മളിതിൽ ലൈം ജ്യൂസ് ആഡ് ചെയ്യും. അപ്പം നമ്മുടെ പേസ്റ്റ്, ഗ്രീൻ പേസ്റ്റ് റെഡിയായി. നമുക്കിത് ഒരു ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഹാർട്ടിന് ഏറ്റവും നല്ലത് ഫിഷാണ് ഹാർട്ടിന്. പക്ഷേ അത് മിക്കപ്പോഴും അത് വറുത്തിട്ട് കഴിക്കുക. അപ്പോൾ അതിൻ്റെ നേരെ വിപരീത എഫക്റ്റാണ്, ഹാർട്ടിൻ്റെ പൊട്ടയാണ്. അപ്പോൾ ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കണം. ഇതൊന്ന് തണുക്കട്ടെ, അപ്പോഴേക്കും നമുക്ക് വൈറ്റ് സോസ് ആക്കാം. വൈറ്റ് സോസ് ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഓഫ് ഉള്ളി ഞാൻ ഇതിലിടാൻ പോവാ. ഉള്ളി വാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. 2 ടേബിൾ സ്പൂൺ ആട്ടയാണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോണത്. എന്നിട്ട് നമ്മൾ എന്താ ആഡ് ചെയ്യാൻ പോണത്? പാൽ ആഡ് ചെയ്യാൻ പോവാ. ഇതിനി തിളയ്ക്കണം. തിളയ്ക്കുമ്പോൾ അപ്പോൾ അത് കട്ടിയായി വരും. ചീസ് ആഡ് ചെയ്യാൻ പോവാണ് കട്ടിയായി കഴിഞ്ഞാൽ. ഇവിടെ ആരെങ്കിലും കലാകാരന്മാരുണ്ടോ പാട്ട് പാടുന്ന ആൾക്കാർ? അനിക കൈവോക്കി. ഇതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും ഒരു പാട്ട് കേൾക്കാമല്ലോ നമുക്ക്. ഓക്കെ, പച്ചക്കറിക്കാരൻ തൊട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചഞ്ചാട്. സൂപ്പർ. അതിന് ഇവർക്കൊരു പോയിന്റ് കൊടുക്കണേ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ പാട്ട് പാടുന്നേ? എന്നാ കേൾക്കട്ടെ ഒരു പാട്ട്. ഗന്ധർവപുരിയിലെ ഗായകർ പാടും ഭൈരവീരാഗത്തിൻ കീർത്തനം.
ഭൈരവീ രാഗത്തിൻ കീർത്തനങ്ങൾ. ഫാന്റാസ്റ്റിക്. ഒരു പ്രൊഫഷണൽ സിംഗർ ആണല്ലോ. പോയിന്റ് ഒന്ന് കൊടുക്കട്ടെ. അത് കൊടുക്കണം പിന്നെ. അപ്പൊ നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടോ. വൈറ്റ് സോസ് സെക്കൻഡ് സ്റ്റേജ്. ഇതിന്റെ മുകളിൽ നമ്മൾ ക്യാപ്സിക്കം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ ബ്രെഡ് ക്രംസ് തൂവാം. ഓക്കെ, ഇതൊന്ന് ബേക്ക് ചെയ്യണം. എത്ര ടൈം ബേക്ക്? ഒരു 15 minutes to 20 minutes 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ബേക്ക് ചെയ്യാം. ഇനി ബേക്ക് ചെയ്യാം. ഗ്രീൻ ചട്നി ഫിഷ് പൈ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സെർവ് ചെയ്യാം. യാ, റെഡിയാണോ? യെസ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട എല്ലാവർക്കും? സൂപ്പർ ആണോ? ഓ ഗ്രേറ്റ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയ ഫിഷിൻ്റെ ഒരു ഡിഷാണ്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിന് വേണ്ടുള്ള എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ളൊരു ഡിഷാണ്. സ്കിന്നിൻ്റെ ഹെൽത്ത് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഒരു 5 ന്യൂട്രിയൻസ് ആണ് എടുത്തു പറയാനുള്ളത്. ഏറ്റവും ആദ്യം പറയാവുന്നത് സിലിക്ക. സിലിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മൈക്രോ ന്യൂട്രിയൻ്റാണ്. ചെറിയ അളവിലേ വേണ്ടൂ, പക്ഷേ ഇത് നമ്മുടെ സെൽസിലെ കണക്റ്റീവ് ടിഷ്യൂസിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾക്കൊക്കെ സാധാരണ കാണുന്ന അഡോളസൻ്റ് ഏജിൽ കാണുന്ന പ്രോബ്ലമാണ് പിമ്പിൾസ് വരിക എന്നുള്ളത്. അപ്പോൾ ഈ മുഖക്കുരു വരാതിരിക്കാൻ വളരെ നല്ലതാണ് സിങ്ക്. ഇപ്പോൾ വെജിറ്റേറിയൻസിന് സിങ്കിൻ്റെ സോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓട്സ്, അതുപോലെ തന്നെ നട്ട്സ്, ആൽമണ്ട്സ്, വാൾനട്ട്സ്, അങ്ങനത്തെ പലതരം നട്ട്സ്. പിന്നെ വെജിറ്റബിൾസിൽ മഷ്റൂംസിൽ വളരെ ഹൈ ലെവൽ ഓഫ് സിങ്ക് ഉണ്ട്. അപ്പോൾ നോൺ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഒരുപാട് സോഴ്സസ് ഉണ്ട് സിങ്കിൻ്റെ. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻ്റ് എന്താ വെച്ചാൽ ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് എന്ന് പറയും. അപ്പോൾ ഈ ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് ഏറ്റവും അധികം ഉള്ളത് മത്സ്യത്തിലാണ്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് തന്നെ ഫിഷാണ്. ഇത് മത്തി, അയില, അതുപോലെ തന്നെ ഈ വലിയ കിങ് ഫിഷ്, ഇതിലൊക്കെ ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് നല്ല ഹൈ ലെവലിലുണ്ട്. ഇനി അടുത്ത് വരുന്ന മൈക്രോ ന്യൂട്രിയൻ്റ് സെലീനിയം എന്ന് പറഞ്ഞ മൈക്രോ ന്യൂട്രിയൻ്റാണ്. അപ്പോൾ ഇത് കൂടുതലായിട്ടും സെൽസിൻ്റെ ഇലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും പിന്നെ സെല്ലിൻ്റെ ഡാമേജ് ചുരുക്കാൻ, അതായത് നമ്മൾ ഓരോരുത്തരുടെയും ബോഡിയിൽ ഇത്ര സെൽസ് ഡെയിലി ഡിസ്ട്രക്ഷൻ നടക്കും. അപ്പോൾ ആ ഡാമേജ് കുറച്ച് ചുരുക്കാൻ ഈ സെലീനിയം വളരെയധികം സഹായിക്കും. അങ്ങനെ നമ്മൾ ഈ ന്യൂട്രിയൻസിനൊക്കെ ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ എപ്പോഴും ഗ്ലോയിങ് ആൻഡ് ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ സഹായിക്കും.